ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലയെ കുറിച്ചാണ്. അപ്പോൾ അനുമോളുടെ PR-നെ കുറിച്ച് എന്താണ് പറയേണ്ടത്? എനിക്കറിയത്തില്ല ഗൈസ്. എല്ലാവരും പറയുന്നത് 50 ലക്ഷം കൊടുത്തിട്ട് അവർ വന്നിട്ടുണ്ടത്, 50 ലക്ഷം കൊടുത്തിട്ടുണ്ടെന്നാണ്. എനിക്ക് 1 കോടി കൊടുത്തോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇല്ല ഗൈസ്, അത്രത്തോളം എല്ലാ ഫാൻസ് ഒക്കെ മുമ്പേ അവിടെ ചാനൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മുമ്പുണ്ടായിരുന്നു. ബട്ട് ബിഗ് ബോസിന് ശേഷം എനിക്ക് ഫാൻസ് പോയിട്ട് ഹേറ്റേഴ്സ് കൂടി വന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ. എസ്പെഷ്യലി ഞാൻ പോലും അനുമോളുടെ ഒരു ഹേറ്ററാണ്. എനിക്ക് ഇതുവരെ ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ ഇത്ര ഹേറ്റ് ചെയ്തിട്ടില്ല. അനുമോളെ ഹേറ്റ് ചെയ്യുന്നത് റീ എൻട്രീസ് വന്നിട്ട് എന്താണ് അവിടെ ചെയ്തത് എനിക്ക് ഒരു മനസ്സിലായി. അവരൊക്കെ അവൾക്ക് നേരെ തിരിയാനുള്ള കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ അനുമോൾ അത്രയും നെഗറ്റീവാണ്, അത്രയും ക്രൂക്കഡ് മൈൻഡുള്ള ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആണ് ഈ അനുമോൾ. ഓക്കെ, അവർ വന്നിട്ട് ഇവിടെ പോസിറ്റീവ് ആവാനാണ്. പോസിറ്റീവ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത്രയും ദിവസം ബിഗ് ബോസ് കാണാത്തത് കൊണ്ടാണ് ഈ വോട്ടിങ്ങിനെ കുറിച്ചൊന്നും ഒരു വീഡിയോ ഇടാത്തത്. അപ്പോൾ അറിയാത്ത കാര്യം പറയാതിരിക്കുന്നതല്ലേ നല്ലത്. ബട്ട് ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ അനുമോൾ. അവർ ജയിക്കരുത് എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ബട്ട് പിന്നീട് കാര്യം എനിക്ക് പറയുന്നത്, അനുമോൾ ഇതിനെ ജയിപ്പിച്ചോളൂ. ഇപ്പോൾ ഇത്രയൊക്കെ ക്യാഷ് കൊടുത്തതാണ്, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നെഗറ്റിവിറ്റി ചെയ്തതാണ് ഈ അനുമോൾ. അപ്പോൾ അതുകൊണ്ട് അനുമോളെ തന്നെ ജയിപ്പിച്ചോളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.